ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഫോം പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻ ഇസഡ് ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ബൈ ഇസഡ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ആർബിട്രറി ഫംഗ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. സോ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യുന്നത് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സിന് ആണ് ആദ്യം നമ്മൾ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ഇസഡ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആയിട്ട് മാറും. അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് വൈ ബൈ ഇസഡ് എന്ന് പറയുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ബൈ ഇസഡ് എന്നുള്ള ടേമിൽ ആ ഫംഗ്ഷൻ അതുപോലെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ അതുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താണ് എഴുതിയേക്കുന്നത്. ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഇക്വൽ ടു എഫ് ഡാഷ് എക്സ് വൈ ബൈ ഇസഡ്. അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്തത് കൊണ്ടാണ് എഫ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ആയിട്ട് മാറിയത്. പക്ഷേ ഇത് ഇത്രയത്തിൽ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻറ്റു എക്സ് വൈ ബൈ ഇസഡ് എന്ന് പറയുന്ന ടേം ഒരിക്കൽ കൂടെ നമുക്ക് ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്. ഇനി അതെങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എക്സ് വൈ ബൈ ഇസഡ്, ഇതിൽ എക്സും ഇസഡും ഫംഗ്ഷനാണ്, വൈ മാത്രമേ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ കോൺസ്റ്റൻ്റ് എന്ന് പറയാനല്ല, ഇപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ നമുക്കവിടെ ഡിഫറൻസിയേഷൻ ചെയ്യാനുള്ളത് എക്സും ഇസഡും ആണ്, വൈ അല്ല. അപ്പോൾ എക്സ് ഇസഡ് രണ്ട് ടേം ആയതുകൊണ്ട് തന്നെ ഇതിൽ കോഷൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇനി എന്താണ് കോഷൻ റൂൾ എന്ന് വെച്ചാൽ, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ വരുന്ന സമയത്ത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേഷൻ ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതാണ് കോഷൻ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഉണ്ട്. അതുപോലെ തന്നെ എഫ് ഡാഷ് എക്സ് വൈ ബൈ ഇസഡ് വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള പോർഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഡിനോമിനേറ്റർ ഞാൻ എഴുതി. ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആണ്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? നമുക്ക് വന്നിരിക്കുന്ന ന്യൂമറേറ്റർ എക്സ് വൈ ബൈ ഇസഡ് ആണ് വരുന്നത്. അപ്പോൾ ന്യൂമറേറ്ററിൽ എക്സ് ആണ് നമ്മളവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ് 1 ആയിട്ട് മാറും. ആ 1 ആയിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? വൈ ആയിരിക്കും വരുന്നത്. മൈനസ് ന്യൂമറേറ്റർ എടുക്കുക. ന്യൂമറേറ്റർ എക്സ് ഇൻറ്റു വൈ ആണ്. അതുപോലെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എടുക്കുക. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഇസഡിൻ്റെത് ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് കിട്ടും. ദെൻ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഇസഡ് ആണ്, ഇസഡിൻ്റെ സ്ക്വയർ ആണ് വരുന്നത്. ഇനി കുറച്ചുകൂടെ നമുക്ക് സോൾവ് ചെയ്ത് എഴുതാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് അടുത്ത ടേമിൽ എഴുതുമ്പോൾ നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. എന്താണ്? പി ഇസ് ഇക്വൽ ടു എഫ് ഡാഷ് എക്സ് വൈ ബൈ ഇസഡ് ഇൻറ്റു എക്സ് വൈ മൈനസ് എക്സ് വൈ ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്താണെന്ന് നമുക്ക് എഴുതാൻ പറ്റും? പി ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കുന്നത്. ക്വസ്റ്റ്യനിലുള്ള ഒരു ഇക്വേഷൻ. അതല്ലാതെ നമുക്ക് കിട്ടുന്നതിൽ സോൾവ് ചെയ്തെടുത്ത ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്. ഇനി എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ രണ്ടാമത് എന്ത് ചെയ്യുക? പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുക. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഡോ ഇസഡ് ബൈ ഡോ വൈ ആയിരുന്നു. അപ്പോൾ ഇനി കിട്ടുന്നത് എങ്ങനെയാണ്? വൈയിൽ ചെയ്യുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് വൈ ബൈ ഇസഡ് ഇൻറ്റു, അപ്പോൾ ഇനി അടുത്ത് വരുന്ന ടേമിൽ എങ്ങനെയായിരിക്കും വരുന്നത്? നേരത്തെ വൈ വന്നുവെങ്കിൽ ഇവിടെ ഇസഡ് ഇൻറ്റു എക്സ് ആണ്, കാരണം വൈയുടെ ടേമിലാണ് ചെയ്യുന്നത്. മൈനസ് എക്സ് വൈ ഇൻറ്റു ഇവിടെ എഴുതുമ്പോൾ എന്തിൻ്റെ ടേമിൽ വരും? ഡോ ഇസഡ് ബൈ ഡോ വൈ, വൈയുടെ ടേമിലാണ് വരുന്നത്. ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ. ബാക്കിയെല്ലാം സെയിം തന്നെ, പക്ഷേ വ്യത്യാസം വരുന്നത് അവിടെ എക്സ് ചെയ്തുവെങ്കിൽ ഇവിടെ വൈയിൽ ചെയ്യുന്നു. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ക്യൂ ആണെന്നറിയാം. എഫ് ഡാഷ് ബൈ എക്സ് വൈ ബൈ ഇസഡ് ഇൻറ്റു ഇസഡ് എക്സ് മൈനസ് എക്സ് വൈ, ഇവിടെയും എന്ത് തന്നെയാണ് വരുന്നത്? ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ, ഇസഡ് സ്ക്വയർ. രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഇനി നമ്മൾ ചെയ്യാനുള്ളത് പി ഡിവൈഡഡ് ബൈ ക്യൂ ആണ് വരുന്നത്. പി ഡിവൈഡഡ് ബൈ ക്യൂ വരുന്ന സമയത്ത് നമുക്ക് സോൾവ് ചെയ്തിട്ട് ലാസ്റ്റ് കിട്ടുന്നത് ആൻസർ, ലാസ്റ്റ് അല്ല അതിന് തൊട്ട് മുന്നേ കിട്ടുന്ന ആൻസർ പി ബൈ ക്യൂ ഇൻറ്റു ഇസഡ് വൈ മൈനസ് എക്സ് വൈ പി ഡിവൈഡഡ് ബൈ ഇസഡ് എക്സ് മൈനസ് എക്സ് വൈ ക്യൂ. ഇനി ഇത് രണ്ടും കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. പി ഇൻറ്റു ഇസഡ് എക്സ് മൈനസ് എക്സ് വൈ ക്യൂ ഇസ് ഇക്വൽ ടു ക്യൂ ഇൻറ്റു ഇസഡ് വൈ മൈനസ് എക്സ് വൈ പി. ഇതിനെ വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സോൾവ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും
സിമ്പിളായിട്ടുള്ള ഫോമാണ് ഇസഡ് എക്സ് പി ഇസ് ഈക്വൽ ടു ഇസഡ് വൈ ക്യു. അതിൽ ഇസഡ് കട്ട് ചെയ്ത് പോവും. ബാക്കി വരുന്നത് എക്സ് പി ഇസ് ഈക്വൽ ടു വൈ ക്യു എന്ന് കിട്ടും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പി മൈനസ് വൈ ക്യു ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ടേമിൽ എഴുതാം. അപ്പോൾ ഇതിൽ ആർബിട്രറി ഫങ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഈസി ആയിട്ട് ആർബിട്രറി ഫങ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നത്.